ഞാൻ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ CTM ചെയ്യാറില്ല. ഡയറക്റ്റ് പ്രൈമർ അങ്ങനെയുള്ള രീതിക്കാണ് പോകുന്നത്. ഇപ്പോൾ ചിഞ്ചുവിൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ പോലും ഞാൻ ബേസിൽ പോകുന്നത് ഒത്തിരി ഓയിലി ടൈപ്പ് സാധനങ്ങൾ പോകത്തില്ല. ഞാനൊരു പ്രൈമർ ഇട്ടതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആ ഒരു ഓയിലിനെയും അല്ലെങ്കിൽ ആ ഒരു സ്വെറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഒരു ഓയിൽ ബേസിലോട്ട് പോവുക. കാരണം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ സീസൺ, അതായത് ഏപ്രിൽ മെയ് സീസൺ നമുക്ക് ഭയങ്കര ടാസ്ക് തന്നിട്ടുള്ളൊരു സീസണാണ് അല്ലേ. സാധാരണ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഇപ്രാവശ്യം ഭയങ്കര ചൂട് കൂടുതലായിരുന്നു, ഭയങ്കര വിയർപ്പ് കൂടുതലായിരുന്നു. പക്ഷെ എനിക്ക് ഈ സീസൺ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഡാൽബ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡാൽബ 1-2 പേർക്ക് ഡാൽബ യൂസ് ചെയ്തിട്ട് എനിക്ക് അതായത് നമുക്ക് സ്ഥിരം കാണുന്ന ഒരു റിസൾട്ടിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഡാൽബ യൂസ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ രീതിക്ക് തന്നെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ ബേസ് കൊടുക്കുമ്പോൾ കുറേ ഓയിൽ ടൈപ്പ് സാധനങ്ങൾ, അതുപോലെ ഗ്ലോ ഓയിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ബേസിൽ യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് തന്നെ ഫേസിലേക്ക് കൊടുക്കാറില്ല. നമുക്കൊരു ഗ്രിപ്പിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ബാക്കി ഗ്ലോയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആഫ്റ്റർ മേക്കപ്പോ അല്ലെങ്കിൽ അതിനിടയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഇടയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഗ്ലോ കൊടുക്കാറുള്ളൂ. അല്ലാതെ ബേസിലോട്ട് എക്സ്ട്രീം ലെവലിൽ ഒരു ഗ്ലോ കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒത്തിരി ഗ്ലോ ആയിട്ട് മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഡാൽബ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ പ്രൈമറിലോട്ടാണ് പോവാറ്. ചിഞ്ചിയുടെ നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി പ്രോസസ്സിലോട്ട് പോവാം. പക്ഷെ ഇതിനേക്കാളൊക്കെ മുമ്പ് ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം ചിഞ്ചു വേറെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്കിന്നാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ബേബി വൈപ്സ് അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് ഒക്കെ ഒന്ന് ഇട്ടിട്ടാണല്ലോ നമ്മൾ പിന്നെ മോയ്സ്ചറൈസറോ പ്രൈമറോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ നോർമൽ വാട്ടറില്ലേ, ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്യും. വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യണേ. അത് ഞാൻ ഈ ഒരു മെത്തേഡിലേക്ക് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഈ ഒരു മെത്തേഡിലോട്ട് വന്നിട്ട്. ഇത് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന്, നമ്മുടെ ഈ ബേബി വൈപ്സോ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈപ്സോ എന്ത് സാധനമാണെങ്കിലും അതിലൊരു കെമിക്കൽ ഉണ്ട് ഇല്ലേ. അത് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറെ നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രൈമേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോണ പോലെയൊക്കെ വരാറുണ്ട്. ചിലപ്പം മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ഒരു ശരിക്കും അത് അബ്സോർബ് ആവാത്ത പോലെ ഒക്കെ ഉള്ളൊരു ഫീലില്ലേ. അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് എനിക്കിത് ഈ ഒരു വാട്ടർ സ്പ്രേ മെത്തേഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ വൈബ്സിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം എക്സസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്യും, നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ കുളി കഴിഞ്ഞ് അപ്പം തന്നെയല്ലേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണേ, ഒത്തിരി കഴിഞ്ഞിട്ടല്ലല്ലോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റിന് കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണേ. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല ഹൈഡ്രേഷൻ കിട്ടും. ഇപ്പം നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ എക്സസ് നിൽക്കുന്ന അപ്പമുള്ള എക്സസ് ഓയിൽ എല്ലാം നമുക്ക് റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ ഓയിൽ കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി സ്കിന്നിലോട്ട് എന്താ പറയുക ഒരു അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടി കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബേസിന് എനിക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നോർമൽ വാട്ടർ ആണേ. ഇത് മാക്സ്മിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹൈഡ്രേറ്റിംഗ് മിസ്റ്റാണേ. അതടിക്കുന്നുണ്ട്, കുറച്ചൊരു പ്രഷർ ഉണ്ടാവും, പേടിക്കണ്ട കേട്ടോ. സെറ്റ് ആവട്ടെ കേട്ടോ. മാജിക് ഡ്രോപ്സ് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് മാജിക് ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് ലോക്ക് അത്രയ്ക്ക് അങ്ങ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വെറ്റ് ലോക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാജിക് ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഞാൻ സ്വെറ്റ് ലോക്കായിട്ട് 1 സൈസിൻ്റെ സ്വെറ്റ് ലോക്കും കൂടി യൂസ് ചെയ്യുന്നത്. അത് പക്ഷെ ഒത്തിരി വേർക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങനെ ഒത്തിരി വേർക്കാനൊന്നും ഉള്ളല്ലോ, അതുകൊണ്ട് മാത്രം ഞാനിത് ഇടാത്തതാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഷാർലറ്റ് അതുപോലെ അർബണ്ടൊക്കെ
എസ്റ്റി ലൂട്ടർ. ഈ മൂന്നിലും ഇത് മാജിക് ഡ്രോപ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ടെക്സ്ചറിലോട്ട് മാറും. അപ്പോൾ എനിക്കത് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരമാണ് ഞാൻ ബേസിൽ ഇത് ഗ്രിപ്പ് കൊടുക്കുന്നത്. പ്രൈമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാജിക് ഡ്രോപ്സ് ആണ്. നമ്മളുണ്ടല്ലോ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒത്തിരി പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യരുത്. വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം പ്രത്യേകിച്ച് ഈ പ്രൈമേഴ്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് അങ്ങനെയൊക്കെയല്ലേ, അതൊന്നും ഒത്തിരി യൂസ് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ മാജിക് ഡ്രോപ്സ് നമുക്ക് നല്ല സ്വെറ്റ് ലോക്കാണ്, എന്നാൽ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ അത് നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ട് തരും. പിന്നെ ഉണ്ടല്ലോ മാജിക് ഡ്രോപ്സ് ഒക്കെ ആണെങ്കിലും ഒത്തിരി ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ. സ്കിന്നിൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 ബ്ലെൻഡ് ചെയ്ത്, ഒത്തിരി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ആവും. നമ്മുടെ വൺ സൈസിൻ്റെ സ്വെറ്റ് ലോക്കിനും ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ചൊരു ഫെയർ ടോൺ ആണ്, ഇവിടെ ഫേസ് കുറച്ച് ഡാർക്ക് ടോൺ ആണെങ്കിൽ ഞാൻ ഇതിലേക്ക് മാത്രമേ എടുക്കാറുള്ളൂ. ഒത്തിരി ഒത്തിരി കൂടുതലായിട്ട് ഞാൻ കൊടുക്കാറില്ല. കാരണം നമ്മളിപ്പം സാരി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ടോണിലോട്ട് നോക്കുന്ന സമയത്ത് ഇത് രണ്ടും മിസ്മാച്ച് ചെയ്ത് നിന്നാലും പ്രശ്നമാണ്. പക്ഷെ ഉണ്ടല്ലോ ഇപ്പം നെക്ക് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല. കാരണം എത്ര ലെയർ ഉണ്ടോ അതിനനുസരിച്ച് ഇവർ വേർക്കുക, അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സെപ്പറേഷൻ ആയിട്ട് നിൽക്കും. പിന്നെ ഇപ്പോൾ ഫേസിലൊക്കെ ആണെങ്കിലും ഇപ്പം ചിഞ്ചുനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോണും ഇവിടുത്തെ ടോണും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ടോൺ എടുക്കത്തുള്ളൂ. കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 3-4 ബ്രാൻഡ്സ് ഉണ്ട്. ഒന്ന് ടു ഫേസ്ഡ്, ഓൾ ടൈം ഫേവറേറ്റ് ആണ് ടു ഫേസ്ഡ്. പിന്നെ ഷാർലറ്റ് ടിൽബറിയുടെ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഫോട്ടോ വരും കേട്ടോ. പിന്നെ അർബൻ ഡെക്കയുടെ കൺസീലർ യൂസ് ചെയ്യണതാണ്, നല്ല കൺസീലറാ. ടാർട്ട് ഉണ്ട്, ഷാർലറ്റ് ടിൽബറി ഫോട്ടോസ് വരും ചേച്ചി, കുഴപ്പമില്ല. ടാർട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ എസ്റ്റി ലൂട്ടർ ഞാൻ ഒരു ഷെയ്ഡ് മാത്രമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ നല്ല കൺസീലറാണ്. അർബൻ ഡെക്കയുടെ കൺസീലർ ഉണ്ടല്ലോ, നമ്മൾ നല്ല വേർക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, കുറച്ചും കൂടി സ്വെറ്റ് പ്രൂഫാണ് അർബൻ ഡെക്കയുടെ കൺസീലേഴ്സ്. എനിക്ക് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഇഷ്ടമുള്ള കൺസീലറാണ്. ഇപ്പം ഞാൻ കളർ കറക്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഏരിയാസ് ആണെങ്കിൽ അവിടെ കുറച്ച് ഡാർക്ക് തന്നെ ഒന്ന് കൊടുക്കും, എന്നിട്ട് പിന്നെ അതിനെ ഫെയർ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് പോവുക. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് കൺസീലർ ഡെർമയൊക്കെ ഇങ്ങനെ കുത്തിട്ട് പോയിട്ട് ബ്ലെൻഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയിട്ട് പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ആ സൈഡിൽ ലാസ്റ്റ് ഇട്ട സ്ഥലമാകുമ്പോഴേക്കും അവിടെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ പാച്ചസ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എപ്പോഴും എടുക്കുന്ന പ്രോഡക്റ്റ് കൈയോടക്കനെ ബ്ലെൻഡ് ചെയ്ത് പോവുക. പിന്നെ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണേ. ഈ സ്റ്റെപ്പിൽ ഞാൻ കൂടുതലും ബ്രഷ് തന്നെയാണ്. കാരണം ചിരീശ പ്രോഡക്റ്റ് എടുത്തിട്ടില്ല ബ്ലെൻഡ് ചെയ്ത് പോകുന്നുള്ളൂ. ബ്ലെൻഡറും യൂസ് ചെയ്യാറുണ്ട്. പി എസ് സിയുടെ ബ്രഷാ. ഞാനുണ്ടല്ലോ എല്ലാ വർക്ക് കഴിയുമ്പോഴും ബ്രഷ് വാഷ് ചെയ്യും. മീൻസ് ഓരോ വർക്ക് കഴിയുമ്പോഴും ബ്രഷ് വാഷ് ചെയ്യും. അപ്പോൾ പി എസ് സിയുടെ ബ്രഷും അതുപോലെ ഡി ആർട്ടിൻ്റെ ബ്രഷാണ്, അടിപൊളി ബ്രഷാണ്. ഡി ആർട്ടിൻ്റെ ബ്രഷുമാണ് ഞാൻ യൂസ് ചെയ്യണേ. രണ്ടും ഞാനിപ്പോൾ എത്ര വട്ടം വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയാണോ, നമ്മൾ ചിരിക്കുമ്പോഴാണ് ഈ ലൈൻസ് വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു നോർമൽ ഫേസിൽ ചുമ്മാ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ല. ചിലപ്പോൾ ചിലർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നന്നായി ചിരിക്കുന്ന സമയത്തൊക്കെയാണ് സ്മൈൽ ലൈൻ വരുന്നത്. ആ സ്മൈൽ ലൈൻ വരുന്നത് എപ്പോഴാണ് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നെ വലിഞ്ഞ് നല്ല ഓപ്പണായിട്ട് ചിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ആ ലൈൻസ് വരാം. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്രീം ഫൗണ്ടേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫൗണ്ടേഷൻ സ്റ്റെപ്പിൽ തന്നെ ജസ്റ്റ് നന്നായിട്ട് ഓപ്പണായിട്ട് ചിരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് സ്മൈൽ ലൈൻസ് ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് കളയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മറ്റേ വെട്ടിട്ട പോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെയുള്ളൊരു സ്മൈൽ ലൈൻ നമുക്ക് വരത്തില്ല. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മളൊരു നോർമൽ ഫേസിൽ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് തന്നെയായിരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്യുക. ഇവരവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഈ ലൈൻസ് വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ തൊട്ട് നമ്മൾ അതിനുള്ള കൺട്രോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക്
ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് മീരാമ്മമാണ് കേട്ടോ. അതായത് ഇങ്ങനെ സ്മൈൽ ലൈൻ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് എന്ത് ചെയ്യാം, അപ്പോൾ എൻ്റെ അടുത്തോട് നന്നായി ചിരിച്ചു പിടിച്ചിട്ടും മറ്റേ പൗഡർ ഫിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ ഈ ബ്ലെൻഡിങ്ങിലും കൂടി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടി. അതായത് പൗഡർ ഫിക്സിൽ മാത്രമല്ല, നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴും നന്നായി ചിരിച്ചു പിടിച്ച് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എടാ ചിരിച്ചിടിച്ചടാ, ഓപ്പണായിട്ട് ചിരിച്ചോ? ഇല്ല ചിരിച്ചേ.